നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇപ്പുള്ള പടത്തിൻ്റെക്കാളും മുന്നത്തെ പടം കുറച്ച് നമ്മൾ വിചാരിച്ച സാമ്പത്തിക നേട്ടം ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചേച്ചി പറഞ്ഞു എന്റെ വീട് നഷ്ടപ്പെട്ടു, ലോണിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. അതിന്റെ സംവിധായകൻ പോസ്റ്റ് എഴുതിയിരുന്നു, രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയിലൂടെ അനൂപന്റെയും ധ്യാനിന്റെയും അഭിനയം കൊണ്ട് പ്രൊഡ്യൂസർക്ക് അരമന വീട് തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷം എന്നുള്ളത്. നമ്മളെ കൂടെ വർക്ക് ചെയ്ത ഒരാള് നമ്മളെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയുമ്പോ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അത് ഇല്ല, എനിക്ക് വിഷമം വന്നില്ല. എനിക്കത് കേട്ടപ്പം എനിക്ക് സത്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം വരാതിരുന്നതെന്ന് പോലും, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഹേർട്ട് ചെയ്യോ എന്തെങ്കിലും അങ്ങനെ തോന്നി ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, തിരിച്ചു പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ അദ്ദേഹത്തോട് എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൽ നിന്നോ സിനിമാക്കാരിൽ നിന്നോ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ കൂടെ മരിച്ചു നമ്മൾ നിൽക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, ആ സിനിമ അങ്ങ് തിയേറ്ററിൽ നിന്ന് പോയി, ജനങ്ങളിൽ നിന്നും പോയി, നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ മറക്കും, എല്ലാവരെയും മറക്കും. പിന്നെ അതല്ലേ സിനിമ ഹിറ്റാണെങ്കിൽ വീണ്ടും ഒരു സിനിമയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് നിൽക്കും. അതെന്തിനാണ് നിൽക്കുന്നത്? വീണ്ടും ഒരു സിനിമ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിറ്റായ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അതല്ലേ പിന്നെ എങ്ങനെയാണ് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം ഞാനിരുന്ന നഷ്ടമാണെന്ന് പറയുന്നത് എൻ്റെ നഷ്ടം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് വേദന അല്ല, അത് എല്ലാവർക്കും അറിയാം സിനിമ നഷ്ടമാണെന്നുള്ളത്. അതിൽ അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു പരിഹാസം? അങ്ങനെയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ നന്നാക്കാമായിരുന്നു?